ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റൂത്ത് ഹർവിറ്റ്സിൻ്റെ വേറൊരു പ്രോബ്ലമാണ്. കൺസ്ട്രക്ട് റൂത്ത് അറേ ആൻഡ് ഡിറ്റർമിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ദ സിസ്റ്റം represented by the characteristic equation s raised to 5 plus s raised to 4 plus 2s cube plus 2s square plus 3s plus 5. Comment on the location of the roots of characteristic equation. നമുക്കൊരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ തന്നിട്ടുണ്ട്. നമ്മളത് റൂത്ത് അറേ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്താണ് അവിടെ സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യണം. നമുക്ക് തന്നിട്ടുള്ളത് ഒരു ഫിഫ്ത്ത് ഓർഡർ സിസ്റ്റമാണ്. അതായത് എസ് റേസ് ടു 5 ആണ് ഇവിടെ ഹയസ്റ്റ് പവർ വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഈവൺ ആൻഡ് ഓഡ് ടേംസിൻ്റെ കോഎഫിഷ്യൻസ് ആദ്യം സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ എസ് റേസ് ടു 5ൻ്റെ നമുക്ക് ഇതൊക്കെ കോഎഫിഷ്യൻ്റ് വരുന്നത് 1, പിന്നെ അടുത്ത ഓഡ് വരുന്നത് എസ് ക്യൂബാണ്, അതിൻ്റെ കോഎഫിഷ്യൻ്റ് 2, പിന്നെ എസിൻ്റെ കോഎഫിഷ്യൻ്റ് 3. അപ്പോൾ എസ് റേസ് ടു 4 എടുക്കുമ്പോൾ അതിൻ്റെ കോഎഫിഷ്യൻ്റ് 1 പ്ലസ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് 2, അതുപോലെ എസ് റേസ് ടു 0ൻ്റെ കോഎഫിഷ്യൻ്റ് 5. ആ കോഎഫിഷ്യൻസ് എഴുതി കഴിഞ്ഞാൽ എസ് ക്യൂബിന് നമ്മൾ എഴുതണം. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇവിടെ ഈ 1 × 2 എന്ന് പറയുമ്പോൾ 2 മൈനസ് നമുക്ക് 1 × 2 എന്ന് പറയുമ്പോൾ എത്ര 2 മൈനസ് 2 ഈ 1 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര വരാം, അവിടെ 0 വരും. ഇവിടെ ഫസ്റ്റ് എലമെൻറ്റ് നമുക്ക് എന്താ 0 വന്നു. അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്താണ് 1 × 3 മൈനസ് 1 × 5 എന്ന് പറയുമ്പോൾ 3 മൈനസ് 5 ഡിവൈഡഡ് ബൈ ഈ 1 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇത് വരാം അവിടെ -2 വരും. ഇവിടെ -2 0യും -2 ആണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഫസ്റ്റ് എലമെൻറ്റ് തന്നെ അവിടെ 0 വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിനി അടുത്ത സ്ക്വയർ കണ്ടുപിടിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഈ 0 വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും, അവിടെ ഇൻഫിനിറ്റി വരും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള s1ൻ്റെയും s0ൻ്റെയും ഒക്കെ കോഎഫിഷ്യൻ്റ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് എന്തായിരിക്കും, ടഫായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വേറൊരു വേരിയബിൾ നമ്മളിവിടെ അസൈൻ ചെയ്യാണ് ഈ 0 വന്നോട്ട്. അതായത് ഇവിടെ 0 ആണല്ലോ നമുക്ക് കിട്ടിയത്. അപ്പോൾ അത് മാറ്റിയിട്ട് നമുക്ക് ഇപ്പോൾ എപ്സിലോൺ എന്നൊരു കോൺസ്റ്റന്റ് നമ്മളിവിടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി അത് വെച്ചിട്ട് നമുക്ക് എന്താണ് ബാക്കിയുള്ള കോഎഫിഷ്യൻ്റ് നമുക്കിവിടെ കണ്ടുപിടിക്കാം. ഇനി എസ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻസ് നമ്മൾ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത്, അവിടെ ഈ എപ്സിലോൺ 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 2 എപ്സിലോൺ മൈനസ് 1 × -2 എന്ന് പറയുമ്പോൾ മൈനസ് ഓഫ് മൈനസ് വരുമ്പോൾ പ്ലസ് വരും. അവിടെ 2 എപ്സിലോൺ പ്ലസ് 2 ബൈ ഈ എപ്സിലോൺ വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാം. അവിടെ 2 എപ്സിലോൺ പ്ലസ് 2 ബൈ എപ്സിലോൺ എന്നവിടെ വരും. ഇനി അടുത്ത കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക, അവിടെ എപ്സിലോണിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 5 എപ്സിലോൺ മൈനസ് 1 × 0 എന്ന് പറയുമ്പോൾ 5 എപ്സിലോൺ തന്നെ വരും. ഡിവൈഡഡ് ബൈ എപ്സിലോൺ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരാം, 5 എപ്സിലോൺ ബൈ എപ്സിലോൺ വരും. അവിടെ 5 എന്നവിടെ കിട്ടി. ഇതാണ് നമ്മുടെ എസ് സ്ക്വയറിൻ്റെ 2 കോഎഫിഷ്യൻസ്. ഇനി s1ൻ്റെ കാണണം. അപ്പോൾ s1 ഞാനിവിടെ മാറ്റി ചെയ്തിട്ടുണ്ട്. കാരണം നമുക്കൊരു വലിയ ടേമാണ് വരുന്നത്. അപ്പോൾ എങ്ങനെ വരുന്നത് വെച്ചാൽ s1 നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്യാം. ഈ -2 × ഈ 2 എപ്സിലോൺ പ്ലസ് 2 എപ്സിലോൺ മൈനസ് എപ്സിലോൺ × 5 ചെയ്യാം. ബൈ നമ്മൾ ഈ ഒരു ടേം വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. -2 × 2 എപ്സിലോൺ പ്ലസ് 2 എപ്സിലോൺ മൈനസ് 5 × എപ്സിലോൺ, അതായത് -5 എപ്സിലോൺ വരും. ബൈ 2 എപ്സിലോൺ പ്ലസ് 2 എപ്സിലോൺ അവിടെ വരും. ഇനി നമുക്ക് അതിന് ശേഷം ഇവിടെ LCM എടുക്കണം. അപ്പോൾ LCM എടുക്കുമ്പോൾ എപ്സിലോൺ ഇത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ മൈനസ് ഇവിടെ ബ്രാക്കറ്റും ഓപ്പൺ ചെയ്യാം. അപ്പോൾ -4 എപ്സിലോൺ ഇവിടെ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -4 മൈനസ് 5 എപ്സിലോൺ സ്ക്വയർ ബൈ എപ്സിലോൺ ബൈ 2 എപ്സിലോൺ പ്ലസ് 2 എപ്സിലോൺ. അപ്പോൾ അവിടെ നമുക്ക് ഈ എപ്സിലോൺ അവിടെ ക്യാൻസൽ ചെയ്തിട്ട് അപ്പോൾ ബാക്കി വരുന്ന ടേം എന്ത്, നമുക്ക് ഇവിടെ എപ്സിലോൺ സ്ക്വയറിൻ്റെ ടേം ഞാനവിടെ ആദ്യം എഴുതി. ഇവിടെ -5 എപ്സിലോൺ സ്ക്വയർ അത് കഴിഞ്ഞിട്ട് എപ്സിലോൺ വരുന്ന ടേം, അതായത് -4 എപ്സിലോൺ -4 2 എപ്സിലോൺ പ്ലസ് 2 എന്നാണ്. ഇതാണ് s1ൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് വരുന്നത്. അത് നമ്മളിവിടെ എഴുതി. ഇനി നമുക്ക് s0ൻ്റെ കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, ഈ ഒരു ടേം ഉണ്ടല്ലോ, ആ ടേമിന് നമ്മളിവിടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഇത് × 5 മൈനസ് ഈ ഒരു ടേം 2 എപ്സിലോൺ പ്ലസ് 2 എപ്സിലോൺ × ഇവിടെ 0 മൈനസ് നമ്മൾ വീണ്ടും ഈ ഒരു ടേം വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് -5 എപ്സിലോൺ സ്ക്വയർ -4 എപ്സിലോൺ -4 2 എപ്സിലോൺ പ്ലസ് 2. അപ്പോൾ നമുക്ക് ശരിക്കും വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5 × ഈ ഒരു ടേം ഡിവൈഡഡ് ബൈ നമ്മൾ ഈ ഒരു ടേം വെച്ച് ഡിവൈഡും ചെയ്യാം. അവിടെ എന്താ പറയുക, നമുക്കവിടെ 5 എന്നാണ് അവിടെ വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് s0ൻ്റെ കോഎഫിഷ്യൻ്റ് നമുക്കവിടെ 5 വരുന്നത്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കോഎഫിഷ്യൻറ്റുകളും കണ്ടുപിടിച്ചു. ഇത് റൂത്ത് അറേ നമുക്ക് ക്രിയേറ്റ് ആയി. ഇനി നമ്മളിപ്പോൾ ഈ ഒരു വേരിയബിളിൻ്റെ എത്രയാണ് വരുന്നത്, നമുക്ക് എപ്സിലോണിൻ്റെ വാല്യൂ 0 ആണ് വരേണ്ടത് അല്ലേ. ഇനി ആ 0 നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നമ്മളിവിടെ റൂത്ത് അറേ ക്രിയേറ്റ് ചെയ്തില്ലോ, അതിലിനി എപ്സിലോൺ നമ്മൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, s5ൻ്റെയും s4ൻ്റെയും കോഎഫിഷ്യൻ്റ് നമ്മൾ അത് തന്നെ അവിടെ എഴുതി. s ക്യൂബിൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടെ നമുക്ക് എപ്സിലോൺ വരുന്നിടത്ത് 0 ഇട്ട് കൊടുത്തപ്പോൾ 0 - 2 വന്നു.
ഇനി എസ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് നമുക്കിവിടെ 2ε പ്ലസ് 2/ε ആണ് വരുന്നത് അല്ലേ. ഇവിടെ നമ്മൾ 0 ഇവിടെ എപ്സിലോൺ ഡിനോമിനേറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരാം, നമുക്ക് 2/0 എന്ന് വരും. അതായത് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലേക്ക് അവിടെ പോകും. അപ്പോൾ അവിടെ ഇൻഫിനിറ്റി ആൻഡ് 5 ആണ് വരെ സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ്. ഇനി S1 എടുക്കുമ്പോൾ നമ്മളിവിടെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -4 വരും. ഇവിടെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 വരും. അങ്ങനെ -4/2 എന്ന് പറയുന്നത് -2 എന്നവിടെ വരും. S1ൻ്റെ കോഎഫിഷ്യൻ എന്ന് പറയുന്നത് -2 വന്നു. അതുപോലെ S0 നമുക്കവിടെ 5 തന്നെ അവിടെ എഴുതും. S5 ആണ് ഹൈയസ്റ്റ് പവർ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ 5th ഓർഡർ സിസ്റ്റമാണ് അവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ 5th ഓർഡർ സിസ്റ്റം മീൻസ് ദർ ആർ 5 റൂട്ട്സ്. അപ്പോൾ ടോട്ടൽ 5 റൂട്ട് ഉണ്ട്. ഇനി നമുക്ക് അവിടെ സൈൻ ചേഞ്ച് നോക്കാം. അപ്പോൾ സൈൻ ചേഞ്ച് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് കോളം എടുക്കുകയാണ് റൂത്ത് അറേയിൽ. അപ്പോൾ താഴെ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു എലമെൻ്റ് ഉണ്ടല്ലോ S0ൻ്റെ അത് +5 ആണ്. അതുപോലെ എസിൻ്റെ കോഎഫിഷ്യൻ എന്ന് പറയുന്നത് -2. അതായത് പ്ലസിൽ നിന്ന് ഒറ്റയടിക്ക് നമുക്കവിടെ മൈനസിലേക്ക് ചേഞ്ച് ചെയ്തു. അപ്പോൾ അവിടെ നമുക്ക് ഒരു സൈൻ ചേഞ്ച് അവിടെ വന്നു. അതായത് പോസിറ്റീവ് നിന്നിട്ട് നെഗറ്റീവിലേക്ക് മാറി. ഇനി നമ്മൾ വീണ്ടും അടുത്ത എലമെൻറ്റ് നോക്കാം. S2ൻ്റെ കോഎഫിഷ്യൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻഫിനിറ്റി ആണ്. അപ്പോൾ അതായത് നമുക്ക് -2ൽ നിന്ന് നെഗറ്റീവിൽ നിന്നിട്ട് വീണ്ടും പോസിറ്റീവിലേക്ക് നമുക്ക് അവിടെ സൈൻ ചേഞ്ച് വന്നു. ഇനി അതിനുശേഷം പിന്നെ വരുന്നതെല്ലാം നമുക്ക് എന്താണ് അവിടെ പോസിറ്റീവ് തന്നെയാണ് വരുന്നത്. ഒരെണ്ണം 0 ആയി, പിന്നൊക്കെ പോസിറ്റീവ് ആണ് അവിടെ വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എത്ര സൈൻ ചേഞ്ച് വന്നു, നമുക്കവിടെ 2 സൈൻ ചേഞ്ച് ആണ് ടോട്ടൽ അവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര റൂട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളവിടെ 5 റൂട്ട് ഉണ്ട് ടോട്ടൽ. അപ്പോൾ അതിൽ നമുക്ക് എത്ര സൈൻ ചേഞ്ച് ഉണ്ടോ അത്രയും റൂട്ട് എന്ന് പറയുന്നത് നമുക്ക് റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിലാണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്കിവിടെ 2 സൈൻ ചേഞ്ച് ആണുള്ളത്. അതുകൊണ്ട് 2 റൂട്ട്സ് നമുക്ക് റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിലാണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ റൈറ്റ് ഹാഫിൽ പോൾ വന്നു കഴിഞ്ഞാൽ സിസ്റ്റം എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ആയിരിക്കും. അപ്പോൾ ഇതാണ് റൂത്ത് ഹർവിറ്റ്സിൻ്റെ വേറെ ഒരു ടൈപ്പ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഇത് ഫസ്റ്റ് എലമെൻറ്റ് 0 വരുന്ന ടൈപ്പ് പ്രോബ്ലം.